നമസ്കാരം. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് ദുബായിലെ മലയാളികളുടെ സംഘടന സ്വീകരണം നൽകിയ സംഭവം ഇതിനോടകം തന്നെ വലിയ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും കാരണമായിട്ടുണ്ട്. മലയാളികളുടെ സംഘടനാ സ്വീകരണം നൽകിയത് സംഭവം വിവാദമായതിന് പിന്നാലെ ചടങ്ങ് നടന്ന സ്ഥലവും വിവാദത്തിൽ ഇടം പിടിക്കുകയാണ്. പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിലായിരുന്നു ഈ സ്വീകരണ പരിപാടി. കുസാറ്റിലെ അലുമിനികളുടെ സംഘടനയായ കുബായുഎയുടെ പേരിലാണ് ഇന്ത്യയെ അധിക്ഷേപിച്ച പാക് ക്രിക്കറ്റ് താരം ഷഹീദ് അഫ്രീദി, ഉമർ ഗുൽ എന്നിവർക്ക് സ്വീകരണം നൽകിയത്. ഇന്ത്യ പാക് യുദ്ധവും ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാം ഭീകരാക്രമണവും ചൂടുള്ള ചർച്ചാ വിഷയമായിരിക്കെയാണ് ഇന്ത്യയുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തുന്ന രീതിയിൽ ഈ സംഘം മലയാളി യുവാക്കൾ ഇന്ത്യ അധിക്ഷേപിച്ച പാക് ക്രിക്കറ്റ് താരങ്ങൾക്ക് സ്വീകരണം നൽകിയത്. അതേസമയം ഷഹീദ് അഫ്രീദിക്ക് കുസാറ്റ് അലുമിനികളുടെ സംഘടനയായ മലയാളികളുടെ ക്യൂബ സ്വീകരണം നൽകിയതിന് പിന്നിൽ പാകിസ്ഥാൻ ചാര സംഘടനയായ ISA കരങ്ങളുണ്ടെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. RSS മുഖപത്രമായ ഓർഗനൈസറാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടെ തങ്ങൾ അറിയാത്ത ചടങ്ങിലേക്ക് യാദൃച്ഛികമായി കടന്നു വന്നതാണ് പാക് ക്രിക്കറ്റ് താരങ്ങളെന്ന ക്യൂബ ഭാരവാഹികളുടെ വിശദീകരണം ദുർബലമാവുകയാണ്. പരിപാടി നടന്ന സ്ഥലം, സമയം, അതിഥികൾ, സംഘാടകരുടെ ബന്ധങ്ങൾ എന്നിവ നോക്കുമ്പോൾ നിഗൂഢമായ ഒരു ഗൂഢാലോചനയുള്ളതായി ഓർഗനൈസർ റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യദ്രോഹപരമായ ഈ പരിപാടിയെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ABVP ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മെയ് 22-നാണ് ഇന്ത്യയിൽ നിന്നുള്ള സർവകക്ഷി സംഘം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ UAEയിൽ ചെല്ലുന്നത്. അതിനുശേഷം മെയ് 25-നാണ് ക്യൂബ UAEയുടെ ഷഹീദ് അഫ്രീദിക്കുള്ള സ്വീകരണ ചടങ്ങ് നടന്നത്. ഇത് പരിപാടിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന സംശയം ബലപ്പെടുത്തുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെ പാക് ചാര സംഘടനയായ ISI ആസൂത്രണം ചെയ്താണ് ഈ പരിപാടിയെന്നും ഓർഗനൈസർ വിലയിരുത്തുന്നു. ക്രിക്കറ്റ് താരങ്ങൾക്ക് ദുബായിലെ മലയാളികളുടെ സ്വീകരണ ചടങ്ങ് നടന്നത് പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിലാണ്. കുസാറ്റിലെ അലുമിനികളുടെ സംഘടനയായ കുബ UAEയുടെ പേരിലാണ് ഇന്ത്യയെ അധിക്ഷേപിച്ച പാക് ക്രിക്കറ്റ് താരം ഷഹീദ് അഫ്രീദി, ഉമർ ഗുൽ എന്നിവർക്ക് സ്വീകരണം നൽകിയത്. സ്റ്റേജിലും സദസ്സിലും മലയാളികളായിരുന്നു കൂടുതലും. ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരായിരുന്നു ഈ പരിപാടി. ഇന്ത്യ പാക് യുദ്ധവും ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാം ഭീകരാക്രമണവും ചൂടുള്ള ചർച്ചാ വിഷയമായിരിക്കെ ഇത് വൻ വിവാദമാവുകയാണ്. അതേസമയം പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള ഹാളാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ഹാൾ. ഇവിടെ സാധാരണ നിലയിൽ ഇന്ത്യൻ പരിപാടികൾക്ക് അനുമതി നൽകാറില്ല. പഹൽഗാം ഭീകരാക്രമണത്തിലെയും ഓപ്പറേഷൻ സിന്ദൂറിന്റെയും പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നയതന്ത്ര ബന്ധം കടുപ്പിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഹാൾ കൊച്ചിയിലെ കുസാറ്റിലെ അലുമിനികളായ ദുബായിൽ ജോലി ചെയ്യുന്നവരുടെ സംഘടനാ പരിപാടി സംഘടിപ്പിക്കാനായി തെരഞ്ഞെടുത്തത്. എങ്ങനെ അവർക്ക് ഈ ഹാൾ കിട്ടിയെന്നത് ചോദ്യചിഹ്നമാണ്. ഈ പരിപാടിയുടെ വീഡിയോയിൽ ഷഹീദ് അഫ്രീദിയുടെ ഓരോ വാക്കുകൾക്കും ആർത്തട്ടഹസിച്ച് കൈയടിക്കുകയും ഗുവാ വിളികൾ നടത്തുകയും ചെയ്യുന്ന മലയാളികളെ കാണാം. ഇന്ത്യക്കാരെ പൊതുവെ അമ്പരപ്പിച്ച സ്വീകരണ പരിപാടിയായിരുന്നു ഇത്. പങ്കെടുത്തവരുടെ ശരീരഭാഷയിൽ ഇന്ത്യ വിരുദ്ധത പ്രകടമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.